ഹായ് നമസ്തേ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വീട്ടിലാണ്. കറക്റ്റായിട്ട് വരുന്ന ബ്രേക്കൗട്ട് നമുക്ക് ഏത് മാർക്കറ്റിലും ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാം. ഇപ്പോൾ മോർണിംഗിലൊക്കെ സമയമില്ലാത്തവർക്ക് നമുക്ക് ഈവനിങ് സ്ട്രാറ്റജി ഗോൾഡ് എന്ന് പറഞ്ഞാൽ ഫോറക്സ് മാർക്കറ്റിലൂടെ നമുക്ക് ഈസി ആയിട്ട് റിട്ടേൺസ് ഏൺ ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിൽ ഗോൾഡ് എന്ന് പറഞ്ഞാൽ ഫ്ലക്ച്വേഷനുള്ള മാർക്കറ്റ് ആകുമ്പോൾ നമുക്ക് കറക്റ്റ് ബ്രേക്കൗട്ട് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പം ഇന്നത്തെ ഗോൾഡ് നോക്കുകയാണെങ്കിൽ ഇന്നെന്ന് പറഞ്ഞാൽ 30th January ആണ്. അപ്പം ഇന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് ഗോൾഡ് രാവിലെ നമുക്കൊരു 6:30 നമുക്ക് സിഗ്നൽ തന്നിട്ടുണ്ട്. പക്ഷേ കുറേ നേരം ഗോൾഡ് നമുക്ക് ആക്ച്വലി മാർക്കറ്റിൽ ബൈയോ സെല്ലോ കയറാൻ സാഹചര്യത്തിൽ നിന്ന് കുറച്ച് ഡൗണിലേക്ക് ഇറങ്ങാൻ നോക്കിയും ഇരുന്നു. അപ്പോൾ അങ്ങനത്തെ സാഹചര്യത്തിൽ അവരുടെ സെല്ല് പിടിക്കണോ തിരിച്ച് കയറുമ്പോൾ എന്നൊക്കെയുള്ള കൺഫ്യൂഷൻ ഉണ്ടായി നമുക്ക് തെറ്റായ ഡിസിഷൻ എടുത്ത് നമുക്ക് ഒരുപാട് ലോസ് പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. പക്ഷേ അങ്ങനത്തെ സാഹചര്യങ്ങളിൽ നമുക്ക് ഗോൾഡിൽ നമുക്ക് എങ്ങനെ, അതായത് ഇതുപോലത്തെ സാഹചര്യങ്ങൾ ഫേക്കായിട്ട് പോകുന്ന റിവേഴ്സലുകൾ നമുക്ക് തെറ്റായ ഡിസിഷൻ എടുത്ത് നമുക്ക് ഒരുപാട് പോകുന്ന ലോസുകൾ അവോയ്ഡ് ചെയ്യാൻ നമ്മുടെ ഈ ലേറ്റസ്റ്റ് വേർഷൻ സ്ട്രാറ്റജിയിലൂടെ സാധിക്കുന്നുണ്ട്. ഇന്നത്തെ ഗോൾഡിൽ എക്സാമ്പിൾ തന്നെയാണ്. ഇന്ന് ഗോൾഡ് നോക്കുകയാണെങ്കിൽ രാവിലെ നമുക്ക് ബൈസിക്കിൾ ലേറ്റസ്റ്റ് വേർഷൻ 8.1 കാണിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് 8 സ്ട്രാറ്റജികളുണ്ട്. അപ്പോൾ ഈ ലേറ്റസ്റ്റ് വേർഷൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഒരുപാട് ഇന്നലെ തന്നെ മാർക്കറ്റ് നോക്കിയപ്പോൾ സിഗ്നൽ നമുക്ക് വന്ന ശേഷം കുറേ നേരം കൺഫേം ഇല്ലാതെ പിന്നെ ലാസ്റ്റ് ആ ന്യൂസ് സെക്ഷനിലാണ് നമുക്ക് ചെറുതായിട്ടെന്നെങ്കിലും മാർക്കറ്റ് ഇറങ്ങിയത്. അപ്പം ഇതിന് മുമ്പ് വന്ന ബ്രേക്കൗട്ട് നോക്കി, ഇതിന് മുമ്പ് വന്ന് നോക്കുകയാണെങ്കിൽ ഇതേപോലെ തന്നെയാണ് മാർക്കറ്റ് മോർണിംഗിലൊന്നും മൊമെൻറ്റില്ല. ആഫ്റ്റർ 7 o'clock ശേഷമാണ് നല്ലൊരു ഹൈക്ക് ബൈ പോയത്. ആ ബൈയോ നല്ലൊരു റിട്ടേൺസ് ആയിരുന്നു, ഹ്യൂജ് റിട്ടേൺസ്. അതുവരെ നമുക്ക് നല്ലൊരു ഭയങ്കര ഒരു കയറ്റമാണ് കയറിപ്പോയത്. അത് നമുക്ക് കണ്ണും പൂട്ടി നമുക്ക് അവിടെ ഹോൾഡ് ചെയ്യാമായിരുന്നു. കാരണം അത് സ്ട്രോങ് റെസിസ്റ്റൻസ് ആണ് കട്ട് ചെയ്ത് സോഫ്റ്റ് കാണിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഇവിടെ സിഗ്നലിൽ പെട്ടെന്ന് തന്നെ കൺഫർമേഷനും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് സിഗ്നലിൽ വന്ന സമയത്ത് ക്യാൻഡിൽ ഗ്രീനും താഴെയും ഗ്രീനായി ബൈസോണും വന്ന് സ്ട്രോങ് ആയിട്ട് നല്ല ലെങ്ത് ആയിട്ടുള്ള റെസിസ്റ്റൻസ് കട്ട് ചെയ്ത് കയറിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് കണ്ണും പൂട്ടി എൻട്രി ചെയ്യാം. ഇവിടെ എന്ന് പറഞ്ഞാൽ ഹ്യൂജ് റിട്ടേൺസ് എടുക്കാം. പക്ഷേ ഇവിടെ നോക്കിയേ ഈ സെല്ല് നോക്കുമ്പോൾ കൺഫർമേഷൻ കുറേ നേരം, അതായത് സോഫ്റ്റ്വെയർ നമ്മുടെ എന്ന് പറഞ്ഞാൽ സിഗ്നൽ വന്നാൽ പെട്ടെന്ന് കൺഫർമേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ബ്രേക്കൗട്ട് ആയിരിക്കും. അത് പെട്ടെന്ന് റെസിസ്റ്റൻസ് കട്ട് ചെയ്യാൻ നമുക്ക് മനസ്സിലാവുമ്പോൾ അവിടുന്ന് സ്ട്രോങ് ബ്രേക്കൗട്ടാണ്. അല്ല സ്ട്രോങ് ബ്രേക്കൗട്ടും പോകുന്ന സമയത്ത് നമുക്ക് ആ റെസിസ്റ്റൻസിൻ്റെ സ്ട്രെങ്ത്ത് നോക്കി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും സ്ട്രോങ് ആണോ സ്ട്രോങ് അല്ലയോ എന്ന്. ഇന്നത്തെ നമുക്ക് ഗോൾഡ് നോക്കുകയാണെങ്കിൽ രാവിലെ സിഗ്നൽ കിട്ടിയ സമയത്ത് നമുക്ക് സോഫ്റ്റ്വെയർ കൺഫേം ആയിരുന്നു. സിഗ്നൽ വന്ന സമയത്ത് നമുക്ക് ക്യാൻഡിൽ ഗ്രീൻ ഉണ്ട്, നമുക്ക് ഈ കുറച്ച് കയറിയിട്ടാണ് സിഗ്നൽ വന്നിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ വന്ന ശേഷം നമുക്ക് താഴെ ഗ്രീൻ ഉണ്ട്, ബൈസോൺ ഉണ്ട്, എല്ലാം നമുക്ക് ഓക്കെയാണ്. നമുക്ക് അവിടെ നിന്ന് നമുക്ക് മാർക്കറ്റ് കയറുന്നുണ്ടായിരുന്നു. പക്ഷേ ഒരുപാട് കയറിയില്ല. അതിനിടയ്ക്ക് മാർക്കറ്റ് കുറച്ച് ചെറുതായിട്ട് ഇറങ്ങി. ഇപ്പോൾ ഇങ്ങനത്തെ സാഹചര്യത്തിൽ നമ്മുടെ സോഫ്റ്റ്വെയറിൽ നമുക്കവിടെ അതായത് നമ്മുടെ ഈ ട്രെൻഡ് ലൈൻ റെഡ് ആണെന്നേരം മാർക്കറ്റ് ഡൗണിലേക്കും പോയിട്ടില്ല, തിരിച്ച് കയറുന്നൊരു മീനിങ് ഉണ്ട്. കാരണം ഡൗൺ അടിച്ചെങ്കിൽ നമുക്ക് അവിടെ റെഡ് തന്നേനെ, ഇല്ലെങ്കിൽ അത് തിരിച്ച് കയറും. അങ്ങനെയാണ് സോഫ്റ്റ്വെയർ പറയുന്നത്. അപ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ ഇവിടെ കട്ട് ചെയ്തിട്ട് തിരിച്ച് കയറുമ്പോൾ എൻട്രി എടുത്താൽ മതി. അല്ലെങ്കിൽ പേഷ്യൻസ് ഉണ്ടെങ്കിൽ ഹോൾഡ് ചെയ്യാം. ആ റെസിസ്റ്റൻസ് രണ്ടാമത് കട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ നമുക്ക് അവിടെ പിന്നെ എൻട്രി വന്നിട്ടുണ്ട്. അവിടെ നിന്ന് രണ്ടാമത് റീ എൻട്രി സോഫ്റ്റ് തരുകയും ചെയ്യില്ലെങ്കിൽ നമുക്ക് അവിടെ നേരെ കയറി എടുക്കാം. അപ്പോൾ ഈ പോർഷനിൽ നമ്മൾ എടുത്ത ട്രേഡ് നമുക്ക് 6.5 എടുത്ത ട്രേഡ് ഇപ്പോഴും നമുക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. നല്ല രീതിയിൽ ഇപ്പോഴും നമുക്ക് ബ്രേക്ക് ചെയ്യുന്നു. അപ്പോൾ എക്സിറ്റ് ചെയ്യാനുള്ളൊരു പോർഷൻ ഇതുവരെ ഇവിടെ പറഞ്ഞിട്ടില്ല. നമുക്ക് എക്സിറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒന്നിലെ കളർ മാറി നമുക്ക് കാണിച്ചില്ല അവിടെ സൈഡ് വേസ് ആണെന്നുള്ളത്, അല്ലെങ്കിൽ ട്രെൻഡ് ലൈൻ മാർക്കറ്റിൻ്റെ അപ്പ് ഡൗൺസ് EMA പോലത്തെ ലൈൻ നമുക്ക് നോക്കി അവിടെ എക്സിറ്റ് അടിക്കാം. അല്ലെങ്കിൽ നമുക്ക് താഴത്തെ സോൺ മാറുന്ന വരെ പേഷ്യൻസോടെ ഹോൾഡും ചെയ്യാം. അത് നമ്മുടെ ഓരോരുത്തരുടെയും നമുക്ക് എത്രത്തോളം പ്രോഫിറ്റ് വേണം അതിനനുസരിച്ച് നമുക്ക് എക്സിറ്റ് അടിച്ച് പോകുക. ഓക്കെ, ഇപ്പോൾ സിമ്പിളാണ് യൂസ് ചെയ്യാനായിട്ട്. നമുക്ക് ഇതിനകത്ത് ഫേക്ക് ആയിട്ട് വരുന്ന ഒരുപാട് റിവേഴ്സലുകൾ അവോയ്ഡ് ചെയ്യാം. കോൺഫിഡൻസ് ലെവൽ ട്രേഡ് എടുക്കാനും പറ്റും ഈ ലേറ്റസ്റ്റ് വേർഷൻ 8.1 സ്ട്രാറ്റജിയിൽ. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് കോൺടാക്ട് ചെയ്യാം. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ഫോറക്സ് മാത്രമല്ല നമുക്ക് ഏത് മാർക്കറ്റും ഈ സെയിം സ്ട്രാറ്റജിയിലൂടെ നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.